നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 7ാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ യൂണിറ്റായ എക്കണോമിക് സോഴ്സസിൻ്റെ 5ാമത്തെ പാർട്ട് വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് ഈ യൂണിറ്റിൻ്റെ ലെറ്റസ് അസസ് സോൾവിംഗ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ യൂണിറ്റിൻ്റെ ലെറ്റസ് അസസിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ആൻസേഴ്സും ഇതിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവ് ആൻ എക്സാമ്പിൾ ടു ഷോ ദ ഇന്റർ റിലേഷൻഷിപ്പ് ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി സെക്ടർ. അതായത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടേഴ്സ് തമ്മിലുള്ള പരസ്പര ബന്ധം, ഇന്റർ റിലേഷൻഷിപ്പ്, പരസ്പര ബന്ധം കാണിക്കുന്ന ഒരു എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രൈമറി സെക്ടറിൽ വരുന്നതാണ് റബ്ബർ കൾട്ടിവേഷൻ. റബ്ബറിൻ്റെ കൃഷി ഉണ്ടല്ലോ, റബ്ബർ കൾട്ടിവേഷൻ എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറിൽ വരുന്നതാണ്. ഇനി സെക്കൻഡറി സെക്ടറിൽ വരുന്നതാണ് റബ്ബർ ടയർ മേക്കിംഗ്. അതായത് ഇൻഡസ്ട്രീസിൽ നമ്മൾ റബ്ബറിൻ്റെ ടയറൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതാണ് റബ്ബർ. ആ റബ്ബർ കൾട്ടിവേറ്റ് ചെയ്ത് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന റബ്ബർ ഉപയോഗിച്ചാണ് റബ്ബർ ടയർ ഉണ്ടാക്കുന്നത്. അപ്പോൾ റബ്ബർ ടയർ മേക്കിംഗ് സെക്കൻഡറി സെക്ടറിൽ വരുന്നു. അടുത്തത് ടെർഷറി സെക്ടറിൽ വരുന്നത് സെയിൽ ഓഫ് റബ്ബർ ടയർ. ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റബ്ബർ ടയറിൻ്റെ സെയിൽ, വിൽപ്പന, അതാണ് ടെർഷറി സെക്ടറിൽ വരുന്നത്. മനസ്സിലായോ? റബ്ബർ കൾട്ടിവേഷൻ പ്രൈമറി സെക്ടർ, റബ്ബർ ടയർ മേക്കിംഗ് സെക്കൻഡറി സെക്ടർ, സെയിൽ ഓഫ് റബ്ബർ ടയർ ടെർഷറി സെക്ടർ. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഗിവൺ ബിലോ ഇൻറ്റു ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. 3 സെക്ടേഴ്സ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടറിലായിട്ട്. താഴെ തന്നിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. തന്നിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ഫിഷിംഗ്, ടീച്ചിങ്, ബാങ്കിങ്, ഫാക്ടറി വർക്ക്, മൈനിങ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, റിയൽ എസ്റ്റേറ്റ്, ഇലക്ട്രിസിറ്റി ജനറേഷൻ, ഇവയാണ്. ഇതിൽ പ്രൈമറി സെക്ടറിൽ വരുന്നത് ഫിഷിങ്ങും മൈനിങ്ങും. ഫിഷിംഗ് നമ്മുടെ മത്സ്യബന്ധനം, മൈനിങ് എന്ന് പറയുമ്പോൾ ഖനനം. അപ്പോൾ ഫിഷിംഗ്, മൈനിങ് ഇവയാണ് പ്രൈമറി സെക്ടറിൽ വരുന്നത്. അടുത്ത സെക്കൻഡറി സെക്ടറിൽ വരുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഫാക്ടറി വർക്ക്, ഇലക്ട്രിസിറ്റി ജനറേഷൻ. ഇലക്ട്രിസിറ്റി ജനറേഷൻ, ഫാക്ടറി വർക്ക്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം അല്ലേ, ഒരു കെട്ടിട നിർമ്മാണം, പിന്നെ ഫാക്ടറിയിലെ ജോലി, പിന്നെ ഇലക്ട്രിസിറ്റി ജനറേഷൻ, വൈദ്യുതോൽപാദനം, ഇതെല്ലാം സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. ഈ വൈദ്യുതി വിതരണം ചെയ്യുമ്പോൾ അത് ടെർഷറി സെക്ടറിലോട്ടാവും കേട്ടോ. അടുത്ത ടെർഷറി സെക്ടറിൽ വരുന്നത് ടീച്ചിങ്, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ്. ഇതൊക്കെയാണ് ടീച്ചിങ്, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ്, ഇവയാണ് ടെർഷറി സെക്ടറിൽ വരുന്നത്. മനസ്സിലായല്ലോ? ടെർഷറി സെക്ടർ അറ്റൈൻസ് പ്രോമിനൻസ് നൗഡേയ്സ്. ഇലൂസിഡേറ്റ്. അതായത് മറ്റ് 2 സെക്ടേഴ്സിനെ അപേക്ഷിച്ച് ടെർഷറി സെക്ടറിന് കൂടുതൽ പ്രാധാന്യമുണ്ട്, അത് വ്യക്തമാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ടെർഷറി സെക്ടറിന് കൂടുതൽ പ്രാധാന്യമുണ്ട് മറ്റു 2 മേഖലകളെ അപേക്ഷിച്ച്, അതായത് പ്രൈമറി സെക്ടറിനെയും സെക്കൻഡറി സെക്ടറിനെയും അപേക്ഷിച്ച്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഗ്രോത്ത് ഓഫ് primary sector is continuously decreasing, so employment opportunities are also decreasing. Tertiary sector is the fastest growing sector. Growth in tertiary sector creates employment opportunities. അതായത് പ്രൈമറി സെക്ടറിലെ ഗ്രോത്ത് എന്ന് പറയുന്നത്, പ്രൈമറി സെക്ടറിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഡിക്രീസിങ്, തുടർച്ചയായിട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആർ ആൾസോ ഡിക്രീസിങ്. അപ്പോൾ ആ മേഖലയിലുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും എന്താണ്, തൊഴിൽ ലഭ്യതയും കുറഞ്ഞു വരികയാണ്. ടെർഷറി സെക്ടർ ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെക്ടർ. ഈ 3 സെക്ടേഴ്സിനെ അപേക്ഷിച്ച് ടെർഷറി സെക്ടറാണ് വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത്. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെക്ടർ, വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോത്ത് ഇൻ ടെർഷറി സെക്ടർ ക്രിയേറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. ഈ ടെർഷറി സെക്ടറിലുള്ള ഗ്രോത്ത്, വളർച്ച, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കാരണമാകുന്നു. അതായത് പുതിയ തൊഴിലവസരങ്ങൾ കൂടുതൽ സൃഷ്ടിക്കപ്പെടുന്നത് ടെർഷറി സെക്ടറിലാണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ടെർഷറി സെക്ടർ ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെക്ടർ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോയിങ് സെക്ടർ എന്ന് പറയുന്നത് ടെർഷറി സെക്ടറാണ്. ടെർഷറി സെക്ടറിലെ ഗ്രോത്ത്, വളർച്ച ക്രിയേറ്റ്സ് ന്യൂ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, പുതിയ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പുതിയ തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കുന്നു. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഏജൻസീസ് സപ്ലൈയിങ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് അറ്റ് ഫെയർ പ്രൈസ് ഇൻ കേരള. കേരളത്തിൽ ഫെയർ പ്രൈസിൽ ഈ എസെൻഷ്യൽ കമ്മോഡിറ്റീസ്, അവശ്യ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഏജൻസീസ് ഏതെല്ലാമാണ്? ഏതൊക്കെയാണ്? സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്,
നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്. ഇതെല്ലാമാണ്. ഏതൊക്കെയാണ്? സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഈവൻ നൗ അഗ്രികൾച്ചറൽ സെക്ടർ ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇപ്പോഴും അഗ്രികൾച്ചറൽ സെക്ടറിനാണ് കൂടുതൽ പ്രാധാന്യം. അതായത് പ്രൈമറി സെക്ടറിനാണ് കൂടുതൽ പ്രാധാന്യം. എക്സാമിൻ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ പ്രൊഡക്ഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. തൊഴിൽ ലഭ്യതയും പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപ്പാദനത്തിനെ അടിസ്ഥാനമാക്കി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എക്സാമിൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് വിശദീകരിക്കുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അഗ്രികൾച്ചറൽ സെക്ടർ ഹാസ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ദെൻ ദ അതർ ടു സെക്ടേഴ്സ്. അഗ്രികൾച്ചറൽ സെക്ടറിന് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മറ്റ് രണ്ട് സെക്ടേഴ്സിനെ അപേക്ഷിച്ച് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആര്? ഈ അഗ്രികൾച്ചറൽ സെക്ടർ. മറ്റ് രണ്ട് സെക്ടറിനെ അപേക്ഷിച്ച്, സെക്കൻഡറി സെക്ടറിനെയും ടെർഷറി സെക്ടറിനെയും അപേക്ഷിച്ച് അഗ്രികൾച്ചറൽ സെക്ടർ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നു. ഫുഡ് ഗ്രെയിൻസ് ഫോർ ദ യൂസ് ഓഫ് പീപ്പിൾ ആർ ആൾസോ പ്രൊഡ്യൂസ് ഇൻ ദിസ് സെക്ടർ. അതായത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള, പീപ്പിളിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ്, ധാന്യങ്ങളൊക്കെ, ആഹാര സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സെക്ടറിലാണ്. ഏത് സെക്ടറിൽ? അഗ്രികൾച്ചറൽ സെക്ടറിലാണ് അതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിലാണ്. അതുമാത്രമല്ല, അഗ്രികൾച്ചറൽ സെക്ടർ പ്രൊവൈഡ്സ് റോ മെറ്റീരിയൽസ് ഫോർ ദ ഇൻഡസ്ട്രീസിന്, അതായത് വ്യാവസായിക ശാലകൾക്ക് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ സെക്ടറാണ്, കാർഷിക മേഖലയാണ്, കാർഷിക മേഖലയിൽ നിന്നാണ്. അതാണ് ഇതിൻ്റെ ആൻസർ. ഈ 3 സെൻറ്റൻസ് എഴുതിയാൽ മതി. ഇവിടുത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? അഗ്രികൾച്ചറൽ സെക്ടറാണ് മറ്റു 2 മേഖലകളെക്കാൾ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. പ്രൊഡക്ഷൻ പിന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഈ 2 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതാണ് പറഞ്ഞിട്ടുള്ളത്. അഗ്രികൾച്ചറൽ സെക്ടർ ഹാസ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ദെൻ ദ അതർ 2 സെക്ടേഴ്സ്. മറ്റ് 2 സെക്ടേഴ്സിനെ അപേക്ഷിച്ച് അഗ്രികൾച്ചറൽ സെക്ടർ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നൽകുന്നു. രണ്ടാമത്തെ കാര്യം, ഫുഡ് ഗ്രെയിൻസ് ഫോർ ദ യൂസ് ഓഫ് പീപ്പിൾ ആർ ആൾസോ പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് സെക്ടർ. ഈ സെക്ടറിലാണ്, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടറിലാണ് ജനങ്ങൾക്ക്, ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തത്, അഗ്രികൾച്ചറൽ സെക്ടർ പ്രൊവൈഡ്സ് റോ മെറ്റീരിയൽസ് ഫോർ ദ ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ സെക്ടറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഗവൺമെൻറ് പ്രോഗ്രാംസ് ഡിമാൻഡ്സ് ദ കണ്ടീഷൻ ദാറ്റ് 1/3 ഓഫ് ദി ബെനിഫിഷ്യറീസ് ഷുഡ് ബി വുമൺ. അതായത് ബെനിഫിഷ്യറി എന്ന് വെച്ചാൽ എന്താണ്? ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം എന്ന നിബന്ധനയുള്ള ഗവൺമെൻറ് പ്രോഗ്രാം ഏതാണ്? ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ്: അന്ത്യോദയ അന്ന യോജന, അന്നപൂർണ, മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇതിലേതാണ് ബെനിഫിഷ്യറീസ് അല്ലെങ്കിൽ ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം എന്ന നിബന്ധനയുള്ള ഗവൺമെൻറ് പ്രോഗ്രാം? ആൻസർ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. അതാണ് കേട്ടോ, മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, അതായത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഹെൽപ്സ് ടു അറ്റൈൻ ഫുഡ് സെക്യൂരിറ്റി, ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെങ്കിൽ പൊതുവിതരണ സമ്പ്രദായം ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യസുരക്ഷ അറ്റൈൻ ചെയ്യാൻ, ഭക്ഷ്യസുരക്ഷ സാധ്യമാക്കുവാൻ സഹായിക്കുന്നു. ആ സെൻറ്റൻസിനെ നമ്മൾ പരിശോധിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ സെൻറ്റൻസിന് എത്രത്തോളം ശരിയാണ് എന്നുള്ളത്. ഫുഡ് സെക്യൂരിറ്റി ഈസ് അറ്റൈൻഡ് വെൻ ദർ ഈസ് അഡിക്വേറ്റ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് ടു ദ നീഡി. ആവശ്യക്കാർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഫുഡ് അവൈലബിൾ ആകുമ്പോഴാണ് ഫുഡ് സെക്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫുഡ് സെക്യൂരിറ്റി ഈസ് അറ്റൈൻഡ്, ഫുഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷ അറ്റൈൻ ചെയ്യുന്നത്, സാധ്യമാകുന്നത് എപ്പോഴാണ്? വെൻ ദർ ഈസ് അഡിക്വേറ്റ് അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ആവശ്യത്തിനുള്ള ഫുഡിൻ്റെ ലഭ്യത ആർക്ക് കിട്ടുമ്പോൾ? ടു ദ നീഡി, ആവശ്യത്തിനുള്ള ഫുഡ് നീഡി എന്ന് വെച്ചാൽ ആവശ്യക്കാർക്ക് ലഭിക്കുമ്പോഴാണ്
ഫുഡ് സെക്യൂരിറ്റി സാധ്യമാകുന്നത് അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത് In India, a large group of people cannot buy essential food items by paying high price. വളരെ ഉയർന്ന വില കൊടുത്ത് എസെൻഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇന്ത്യയിൽ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് കഴിയുന്നില്ല. ഇൻ ഇന്ത്യ എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഇന്ത്യയിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾക്ക് കനോട്ട് ബൈ കഴിയുന്നില്ല. ബൈ എന്ന് വെച്ചാൽ വാങ്ങുവാൻ. എന്താണ്? എസെൻഷ്യൽ ഫുഡ് ഐറ്റംസ്, വളരെ അത്യാവശ്യമുള്ള ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങാൻ കഴിയുന്നില്ല. ബൈ പേയിങ് ഹൈ പ്രൈസ്, വളരെ ഉയർന്ന വില കൊടുത്ത് ഈ ഫുഡ് ഐറ്റംസ് വാങ്ങാൻ കഴിയുന്നില്ല. സോ ദ ഗവൺമെൻറ് ഗിവൺ ഫുഡ് ഗ്രെയിൻസ് ഫ്രം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് അറ്റ് ഫെയർ പ്രൈസസ്. അതുകൊണ്ട് ഗവൺമെൻറ് ഫുഡ് ഗ്രെയിൻസ് കൊടുക്കുന്നു. ഗിവൺ ഫുഡ് ഗ്രെയിൻസ് എവിടെ നിന്ന്? ഫ്രം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ്, പൊതുവിതരണ കേന്ദ്രങ്ങളിൽ നിന്നും അറ്റ് ഫെയർ പ്രൈസസ്, വളരെ താഴ്ന്ന വിലയ്ക്ക് അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് ഫുഡ് ഗ്രെയിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ കൊടുക്കുന്നു. Therefore, such public distribution system helps to attain food security. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെയുള്ള പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ സമ്പ്രദായം ഫുഡ് സെക്യൂരിറ്റി അറ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷ നേടുവാൻ സഹായകമാണ് എന്ന് പറയുന്നത്. സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റ് സ്റ്റാൻഡ്സ് ഫോർ കോമൺ മാൻ, ജസ്റ്റിഫൈ. അതായത് സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റ്സ് ഉണ്ടല്ലോ, അത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജസ്റ്റിഫൈ, സമർത്ഥിക്കുക, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ആ ഒരു സെൻറ്റൻസിനെ സമർത്ഥിക്കുക. എസെൻഷ്യൽ ഫുഡ് ഗ്രെയിൻസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ദ സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റ് അറ്റ് ഫെയർ പ്രൈസസ്. From here, the poor people can get essential food items. So, we can say that the civil supplies outlet stands for common man. അതായത് എസെൻഷ്യൽ ഫുഡ് ഗ്രെയിൻസ്, വളരെ അത്യാവശ്യമായിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് ആർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, വിതരണം ചെയ്യുന്നത് ത്രൂ ദ സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റ്. സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റ് വഴിയാണ്. അറ്റ് ഫെയർ പ്രൈസസ്, കുറഞ്ഞ വിലയ്ക്ക് സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റ് വഴിയാണ് എസെൻഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഗ്രെയിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഫ്രം ഹിയർ, ഇവിടെ നിന്നും ദ പ്യൂർ പീപ്പിൾ ക്യാൻ ഗെറ്റ് എസെൻഷ്യൽ ഫുഡ് ഐറ്റംസ്, എസെൻഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് പുവർ പീപ്പിൾ, പാവപ്പെട്ടവരായ ജനങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് അല്ലെങ്കിൽ ലഭിക്കും. സോ വി ക്യാൻ സേ ദാറ്റ്, അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും എന്താണ് പറയാൻ കഴിയുന്നത്? ദ സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റ് സ്റ്റാൻഡ്സ് ഫോർ കോമൺ മാൻ. സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് നമുക്ക് പറയുവാൻ കഴിയും. സിമ്പിളായിട്ടുള്ള നോട്ടാണ് ഇതുവരെ തന്നിട്ടുള്ളത്. വളരെ സിമ്പിളാക്കിയാണ് ഞാൻ നോട്ട്സ് എല്ലാം തന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ആയാലും ഇതായാലും ഒക്കെ. ഇതിപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പം ആണ് അല്ലേ? എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഫുഡ് പ്രൊഡക്ഷൻ ഈസ് ഫേസിങ് എ ലോട്ട് ഓഫ് ചലഞ്ചസ്, സബ്സ്റ്റാൻഷിയസ് ദി സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഭക്ഷ്യോൽപാദനം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് ആ വെല്ലുവിളികൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പറയണം. ക്രോപ്പ് ഫെയിലിയേഴ്സ് ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ദുരന്തങ്ങൾ മൂലം വിള നശീകരണം, പ്രകൃതി ദുരന്തങ്ങൾ മൂലമുള്ള വിള നശീകരണം, അതാണ് ഒന്നാമത്തത്. ക്രോപ്പ് എന്ന് വെച്ചാൽ വിള, ഫെയിലിയേഴ്സ് എന്ന് വെച്ചാൽ നശിക്കുന്നത്. ക്രോപ്പ് ഫെയിലിയേഴ്സ് ഡ്യൂ ടു മൂലം, എന്ത് മൂലം? നാച്ചുറൽ കലാമിറ്റീസ്, പ്രകൃതി ക്ഷോഭം മൂലം വിള നശിക്കുന്നത്. രണ്ടാമത്തത്, യൂസിങ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ അഗ്രികൾച്ചറൽ പ്രോസസ്, അതായത് പ്രോസസ് അല്ല പർപ്പസസ്, അതായത് അഗ്രികൾച്ചറൽ ലാൻഡ്, കൃഷിഭൂമി മറ്റ് പർപ്പസസിന്, അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അഗ്രികൾച്ചറൽ ലാൻഡിനെ അല്ലെങ്കിൽ കൃഷിഭൂമിയെ മറ്റ് കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. യൂസിങ് അഗ്രികൾച്ചറൽ ലാൻഡ് ഉപയോഗിക്കുന്നു എന്തിന്? ഫോർ നോൺ അഗ്രികൾച്ചറൽ പ്രോസസ്സസ്, അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത നോൺ അഗ്രികൾച്ചറൽ പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മുടെ അഗ്രികൾച്ചറൽ ലാൻഡ് അല്ലെങ്കിൽ കൃഷിഭൂമി ഉപയോഗിക്കുന്നത്. അടുത്ത മൂന്നാമത്തത്, റെഡ്യൂസിങ് ദ റേറ്റ് ഓഫ് സബ്സിഡീസ്, സബ്സിഡിയുടെ റേറ്റ് റെഡ്യൂസ് ചെയ്യുന്നത്, സബ്സിഡിയൊക്കെ വെട്ടിക്കുറയ്ക്കുക എന്ന് വേണമെങ്കിൽ പറയാം. റെഡ്യൂസിങ് ദ റേറ്റ് ഓഫ് സബ്സിഡീസ് കുറയ്ക്കുന്നത്, റെഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, അൺഎബിൾ ടു പർച്ചേസ് അഗ്രികൾച്ചറൽ മെഷീൻസ് പർച്ചേസ് ചെയ്യാൻ കഴിവില്ലാതിരിക്കുക, അതാണ് പറഞ്ഞിട്ടുള്ളത്. അൺഎബിൾ ടു പർച്ചേസ് അഗ്രികൾച്ചറൽ മെഷീൻ അല്ലെങ്കിൽ യന്ത്ര സാമഗ്രികൾ, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള യന്ത്ര സാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, അൺഎബിൾ, അതിന് കഴിയാത്ത അവസ്ഥ.
അടുത്തത് ക്ലൈമറ്റ് ചേഞ്ചസ് എന്ന് വെച്ചാൽ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം, കാലാവസ്ഥ മാറ്റം. അടുത്തത് അൺഎബിൾ ടു എൻഷുർ ക്രോപ്പ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത്. അൺഎബിൾ കഴിയാത്തത് എന്താണ്? ടു എൻഷുർ ഉറപ്പാക്കുക എന്താണ്? ക്രോപ്പ് ഇൻഷുറൻസ്, വിളയുടെ ഇൻഷുറൻസ് എൻഷുർ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അടുത്തത് എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങളുടെ ഫെർട്ടിലൈസേഴ്സിൻ്റെ അമിത ഉപയോഗം. എക്സസീവ് എന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള ഉപയോഗം. എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് എന്ന് വെച്ചാൽ രാസവളങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. ഇത് ഇത്രയാണ് ഫുഡ് പ്രൊഡക്ഷൻ ഫേസിങ് എ ലോട്ട് ഓഫ് ചേഞ്ചസ് അല്ലേ? ആ ചലഞ്ചസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. പ്രിപ്പയർ എ നോട്ട് ഓൺ എനി വൺ ഓഫ് ദി പോവർട്ടി അലിവിയേഷൻ പ്രോജക്ട്സ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ്. കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ബെനിഫിഷ്യൽ ടു ദോസ് ഹു ആർ ഹെൽത്തി ആൻഡ് വില്ലിംഗ് ടു വർക്ക്. ജോലി ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ളവരും സന്നദ്ധതയുള്ളവർക്കും ആരോഗ്യമുള്ളവരുമായിട്ടുള്ള ആൾക്കാർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. ബെനിഫിഷ്യൽ ടു ദോസ് ഹു ആർ ഹെൽത്തി ആൻഡ് വില്ലിംഗ് ടു വർക്ക്. ജോലി ചെയ്യാൻ സന്നദ്ധതയുള്ളവർക്കും ആരോഗ്യമുള്ളവരുമായിട്ടുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഗ്യാരണ്ടീസ് 100 days ഓഫ് എംപ്ലോയ്മെൻറ്റ്. 100 ദിവസത്തെ ജോലി ഉറപ്പാക്കുന്നു. അടുത്തത് പേഴ്സൺസ് ഓഫ് ദി ഏജ് 18 ആൻഡ് എബോവ് ക്യാൻ രജിസ്റ്റർ. 18 വയസ്സും അതിന് മുകളിലുള്ളവർക്കും രജിസ്റ്റർ ചെയ്യാം മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിൽ. അടുത്തത് 1/3 ഓഫ് ദി ബെനിഫിഷ്യറീസ് ഷുഡ് ബി വുമൺ. ഗുണഭോക്താക്കളിൽ ബെനിഫിഷ്യറീസിൽ 1/3 ആൾക്കാർ സ്ത്രീകളായിരിക്കണം. 1/3 ഓഫ് ദി ബെനിഫിഷ്യറീസ്, ഗുണഭോക്താക്കളിൽ 1/3 ഭാഗം ഷുഡ് ബി വുമൺ, സ്ത്രീകൾ ആയിരിക്കണം. ഇതാണ് മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിൻ്റെ കുറിച്ചുള്ള നോട്ട് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പോവർട്ടി അലിവിയേഷൻ പ്രോജക്റ്റാണ്.